73 സങ്കീർത്തനം അതിൻ്റെ 23 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ദൈവമക്കളെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളിവിടെ പല വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെയും ഒത്തിരി ഒറ്റപ്പെടലിലൂടെയും നിന്ദയിലൂടെയും ശോധനയിലൂടെയും ഒക്കെ കടന്നുപോയിരിക്കാം. പക്ഷെ ആ കടന്നു പോകുന്ന അവസ്ഥയിൽ നമ്മുടെ ഉറപ്പിതാണ്, നമ്മുടെ ദൈവം നമ്മുടെ വലം കരത്തിന് പിടിച്ചിരിക്കുന്ന ഉറപ്പ്. ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവമാണ് നമ്മുടെ വലം കരത്തിന് പിടിച്ചിരിക്കുന്നത്. 73 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ എൻ്റെ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവിടെ ഒന്നും നാം പതറിപ്പോകാതെ നമ്മളെ നിർത്തിയത് അത് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സംരക്ഷണയും ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ പ്രത്യാശ ഇതാണ്. നാം ഏതെല്ലാം ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവമാണ് നമ്മുടെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നത്. യെശയ്യാവ് 41:13 ഇങ്ങനെയാണ് പറയുന്നത്. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു, നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. നോക്കണേ, എത്ര മനോഹരമായ ദൈവമാണ്. നമ്മുടെ വലങ്കരത്തിന് പിടിച്ചിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ സഹായിക്കും എന്ന് പറയുന്ന ഒരു ദൈവം. ദൈവമക്കളെ, നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ നമ്മുടെ പ്രതിസന്ധിയെ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ ഒപ്പം നമ്മുടെ വലങ്കരത്തിന് പിടിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒത്തിരിയും ചോദ്യങ്ങൾ ഉന്നയിച്ചേക്കാം. ദൈവമേ, എന്നെ ആരും സഹായിക്കാനില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് പറയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ദൈവം തരുന്ന ഉറപ്പിതാണ്, ഞാൻ നിന്റെ വലം കരത്തിന് പിടിച്ചിരിക്കുന്നു ഉള്ള ഒരു ഉറപ്പ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത്, ഏതെല്ലാം സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉറപ്പിതാണ്, ദൈവം നമ്മുടെ വലം കരത്തിന് പിടിച്ചിരിക്കുന്നു. ഒരു നാളും നമ്മൾ വീഴുകയില്ല, ഒരു നാളും നമ്മൾ വഴുതിപ്പോകത്തില്ല. കാരണം ദൈവം നമ്മുടെ വലം കരത്തിന് പിടിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.